ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയനും SFI മുന്നോട്ട് വന്നു. ഈ സമരത്തോട് അങ്ങേയറ്റം നിഷേധമായ സമീപനമാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടായിരുന്നത്. ഇതിലുന്നയിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ, ആവശ്യങ്ങൾ ന്യായമല്ല എന്നാരും പറയുന്നില്ല. SFI നടത്തുന്ന സമരങ്ങളെ പലപ്പോഴും മൈക്രോസ്കോപ്പ് വെച്ച് നിരീക്ഷിച്ച് അതിൽ കുറ്റങ്ങൾ കണ്ടെത്തി അത് പർവ്വതീകരിച്ചത് SFI അനാവശ്യ സമരം നടത്തുന്നു എന്നുൾപ്പെടെ പ്രചരിപ്പിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഈ സമരം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന സമരം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മളെ കുത്തിനോക്കിക്കുന്നവർ പോലും ഈ സമരത്തിലെ മുദ്രാവാക്യം ന്യായമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു മാസം പിന്നിട്ടപ്പോഴും ഈ സമരം മധ്യസ്ഥം വഹിക്കാനോ ഇത് പരിഹരിക്കാൻ ആവശ്യമായ ശ്രമം സർവകലാശാല ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഹോസ്റ്റൽ പ്രശ്നമാണ്. ഗവൺമെന്റ് ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യണം. എന്തിനാ ഇതൊരു വാശി പിടിക്കുന്ന കാര്യം? ആ യൂണിവേഴ്സിറ്റിക്കകത്ത് പഠിക്കുന്ന ഈ ആസ്ഥാനത്ത് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവിടെ അക്കോമഡേഷൻ കൊടുത്തതിന് ശേഷവും അവിടെ എക്സസ് ആണെങ്കിൽ ശരി, നിങ്ങൾക്ക് പറയാം. ഇവിടെ ഉള്ളവരെ പോലും ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്നിട്ടാണ് നിങ്ങൾ സ്വാശ്രയ കോളേജിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ അഡ്മിഷൻ നടത്തണമെന്ന് പറയുന്നത്. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു വെക്കുന്നത് ഇഷ്ടം പോലെ. നിങ്ങൾ ഫ്രീ ആയി പഠിപ്പിക്കുന്നതല്ല. അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ആ കാശിന്റെ ലാഭവിഹിതം നിങ്ങൾ എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു? ഇവിടെ അറിയണം. ഇവിടെ ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന 31ാം ദിവസത്തെ ഈ സമരം, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണ നല്ലതുപോലെ ലഭിച്ച ഈ സമരം ഇവിടുത്തെ വൈസ് ചാൻസലറുടെ ധിക്കാരത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. സർവകലാശാല വൈസ് ചാൻസലർ എന്തൊക്കെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു രാഷ്ട്രീയവും ഇല്ലെന്നൊക്കെയാണ്. നല്ലതല്ലേ? സർവകലാശാല വൈസ് ചാൻസലർമാരുടെ പദവിയും മഹത്വവും കളഞ്ഞുകൊടുത്തത് UDF. ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത് 3.5 വർഷം പിന്നിടുന്നു. എന്താ ഇപ്പൊ സർവകലാശാല നടക്കുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC കുറിച്ച് പറയുന്ന അദ്ദേഹം പെന്നുപയോഗിക്കുന്നത് വൗച്ചർ ഒപ്പിടാൻ. വൗച്ചർ ഒപ്പിട്ട് പണം ഇങ്ങനെ അടിച്ചിട്ട് പോകും. എന്തൊരു നാണക്കടയിൽ! ഒരു ഉത്തരവാദപ്പെട്ട സർവകലാശാല VC സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ആർത്തിയാണ് കാശിനോട്. കാശിനോട് ഒരു മനുഷ്യൻ ആർത്തി വരാൻ പല കാരണങ്ങളുണ്ടാവും. ഇദ്ദേഹത്തിന്റെ ആർത്തിക്ക് പിന്നിൽ കാരണം ഒരുപക്ഷെ ഇദ്ദേഹം VC പദവിയിൽ എത്താൻ വേണ്ടി ആർട്ടിക്കൽ കൊടുത്തിട്ടുണ്ടാവും. ആർട്ടിക്കൽ സൂചിപ്പിച്ചു കൊടുത്തതാണ്. ഈ സർവകലാശാല VC നിയമനം തുടക്കം തന്നെ പ്രശ്നമാണ്. അന്ന് SFIയും ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും കണ്ണും കാതും തുറന്നു വെച്ചതുകൊണ്ടാണ് ഒരു അയോഗ്യനായ ഒരാൾ ഇവിടെ VC ആവാതിരുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഗവൺമെന്റ് വന്നപ്പോൾ ആഭ്യന്തര വിഭാഗം ഒരു സ്കൂൾ അധ്യാപകനെ പിടിച്ച് VC ആക്കാൻ നോക്കി. അയാളെ കോളേജ് പോലും പഠിച്ചില്ല. അയാളെ VC ആക്കാൻ തീരുമാനിച്ചത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നേരെ വിളിച്ചു പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അലങ്ങളെ VC ആക്കി എന്നാണ്. നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, മാന്നാർ മത്തേ സ്പീക്കിംഗ്, എൽത്തോയുടെ സിനിമ എടുക്കുന്നത് അതുപോലെയാണ്. അയാളെ കണ്ടുതപ്പെട്ടു അല്ല VC ആക്കാൻ. അയോഗ്യരായ ആളുകളെ സർവകലാശാല VC-മാരാക്കി തിരികെ കയറ്റുന്നു SFI പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് പിന്നെ തെളിയിച്ചല്ലോ. പിന്നീട് ആ VC സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയപ്പോൾ മുസ്ലിം ലീഗ് കൊണ്ടുവന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ ഇദ്ദേഹം അബ്ദുൾ സലാം. ഈ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ. സർവകലാശാല VC കുറിച്ച് അഭിപ്രായ വ്യത്യാസം പറയുന്നു MSF, മുസ്ലിം ലീഗ്, കോൺഗ്രസ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. സിൻഡിക്കേറ്റ് യോഗത്തിൽ അല്ല, തമ്മിത്തല്ല. എന്താ ഇത്? ചാപ്പയാണ്, മാർക്കറ്റാണോ? സിൻഡിക്കേറ്റ് യോഗത്തിൽ അങ്ങോട്ടും കൂടെ തല്ലുകൂടും. സിൻഡിക്കേറ്റ് യോഗത്തിനകത്ത് തല്ലുകൊള്ളുന്നു വൈസ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തമ്മിൽ. VC ആക്രമിക്കപ്പെടുന്നു. എങ്ങോട്ടാണ് കേരളം പോകുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC നിലയിലാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി PVC വീരമണികണ്ഠൻ സാർ ഞങ്ങളൊക്കെ പഠിച്ച ക്യാമ്പസ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചാണ്. അദ്ദേഹത്തിന്റെ കാർ ആക്രമിച്ചു കളഞ്ഞു. എങ്ങോട്ടാണ് കേരളം പോകുന്നത്? MG യൂണിവേഴ്സിറ്റി VC ചാൻസലർക്ക് പുറത്താക്കേണ്ടി വന്നു. അദ്ദേഹം അയോഗ്യനാണ്, കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വന്ന ആളാണ്. ആരാണ് VC-ആർ കേട്ടത്? കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളെ മറിച്ച് വൈസ് ചാൻസലർ പറയുന്നത് എനിക്ക് ഇന്ന ബിരുദമുണ്ട്. അവസാനം കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ ആ കള്ള VC-യെ പുറത്താക്കേണ്ടി വന്നു. ഇതാണ് സർവകലാശാല. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അവിടുത്തെ VC എന്ന് പറയുന്നത് KPCC-യുടെ സെക്രട്ടറിയാണ്. നിങ്ങൾ ആലോചിക്കണം. രാഷ്ട്രീയമാവാം VC-ക്ക്, പക്ഷെ ഇങ്ങനെയാവാൻ പാടുന്നത്. ഇടതുപക്ഷത്തിന്റെ കാലത്താണ് ഇത്തരം VC-മാർ വന്നിരുന്നെങ്കിൽ എന്താകും കേരളത്തിന്റെ ഗതി? ഭൂമി തിരിച്ചു വെച്ചോളില്ല മാധ്യമം. ഇതാണ് ഇത്. നോക്കൂ എന്താ നടക്കുന്നത്. ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി VC അദ്ദേഹം PhD-യും MPhil-ഉം എല്ലാം ഒരേ സമയം ചെയ്യുക.
അതേസമയം തന്നെ അദ്ദേഹം കോളേജ് പഠിപ്പിക്കുകയും ചെയ്യാണ്. വ്യാജ രീതിയിൽ ബിരുദം നേടുന്നു. ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണെങ്കിൽ ഓരോ അന്നും കൂടെ തുടങ്ങാം. കാലിക്കറ്റ് എത്തുമ്പോൾ പിന്നീട് പറയുന്നുണ്ട് VC-ക്ക് ഒരു മഹത്വം ഉണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു സഖാ VMS. കേരളത്തിലെ സർവകലാശാലയുടെ മദർ യൂണിവേഴ്സിറ്റി വിളിക്കാൻ സാധിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി, ആ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ പേര് ജോൺ മത്തായി എന്നുള്ളത്. അദ്ദേഹത്തിന് EMS-നെ കാണണം, മുഖ്യമന്ത്രി EMS-നെ അല്ല മുഖ്യമന്ത്രിയെ കാണണം. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഫോണിൽ വിളിച്ച് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കാണാൻ അനുവാദം തരണം. പ്രൈവറ്റ് സെക്രട്ടറി നേരിട്ട് മുഖ്യമന്ത്രി കണക്ഷൻ കൊടുത്തു പോകണം. അദ്ദേഹം ചോദിച്ചു എന്താ അങ്ങനെ ഒന്ന് കാണണം. ശരി, നിങ്ങൾ എവിടെയുണ്ട്? ഞാൻ എന്റെ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത്. ശരി, ഞാൻ വിളിക്കാം. ഫോൺ വിളിച്ചു. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും വൈസ് ചാൻസലറുടെ പേഴ്സണൽ അസിസ്റ്റന്റ് റൂം തള്ളി തുറന്ന് ഓടി വരുന്നുണ്ട്. സാർ, അങ്ങേ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. VC-മാരെ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ പോയ കാലമുണ്ടായിരുന്നു കേരളത്തിലെങ്കിൽ അത്രയും മഹത്വമുള്ള പദവിയായിരുന്നു കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർ പദവിയെങ്കിൽ ആ പദവി കളങ്കം ലഭിച്ചതല്ല. ആ പദവിക്ക് കളങ്കമേൽപ്പിച്ചത് കേരളത്തിലെ യൂണിവേഴ്സിറ്റി VC-മാരെ അപമാനിച്ചതും ആ സർവകലാശാല പദവിയുടെ കളങ്കമേൽക്കുന്ന UDF-നെ മാത്രം ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. LDF-നും പങ്കുണ്ട്. UDF-നോടൊപ്പം തന്നെ ചെറുതായ രീതിയിൽ കേരളത്തിലെ സർവകലാശാലകളുടെ VC പദവിയുടെ മഹത്വം കളഞ്ഞു കൊടുക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാർ ഭരിച്ച ചില ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. അത് പറയുന്ന DYFIക്ക് ഒരു പ്രശ്നവുമില്ല. ഇവിടെ നിങ്ങൾ എങ്ങനെ പുറംചൊറിയല? രാഷ്ട്രീയ നേതാക്കന്മാരുടെ പുറംചൊറിഞ്ഞും പാക്ക് തൂക്കിയും പാദസേവ നടത്തിയും സ്ഥാനമാനങ്ങൾ നേടുന്നു. നിങ്ങൾക്ക് വൈസ് ചാൻസലർ ആവാൻ നിങ്ങളുടെ അക്കാദമിക് യോഗ്യത പഠിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധമുണ്ടോ? നിങ്ങൾക്ക് അക്കാദമിക് മികവ് ഇവിടെ വന്നാലല്ലേ? ഇവിടെ വന്നിരിക്കുന്നത് ഈ VC-ക്ക് പറ്റിയ പണിയത അദ്ദേഹം രാഷ്ട്രീയ നേതൃത്വ ബന്ധമുണ്ട്. ആ ഉന്നത ബന്ധത്തിന്റെ അഹന്തയിൽ സ്ഥാനം കിട്ടിയപ്പം ആ സ്ഥാനത്തിന്റെ അഹന്തയിൽ അദ്ദേഹം എല്ലാം മറന്നു പോകുന്നു. ഒരു കാര്യം ഓർക്കണം, എല്ലാ കാലത്തും വളക്ക് വെച്ച കാറും പിന്തുണക്കാൻ പോലീസ് സംവിധാനം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഓർക്കേണ്ടതില്ല. ഇങ്ങനെ വിദ്യാർത്ഥികളെ കണ്ണുനീർ ഒഴുക്കിയാൽ അതിന് അബ്ദുൽ സലാം എന്ന വൈസ് ചാൻസലർ ഈ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ കണക്ക് പറയേണ്ടി വരുന്ന കാലം വിദൂരമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇങ്ങനെ എത്ര കാലം പോകും? ഇങ്ങനെ എപ്പോഴും പോകും. വിദ്യാർത്ഥികളെ ഭാവി കൊണ്ട് പന്താടുമ്പോൾ ഏതെങ്കിലും 2 ചെറുപ്പക്കാർ ഏതായാലും ഞങ്ങളുടെ ഭാവി നിങ്ങൾ അവതാളത്തിലാക്കി, നിങ്ങളുടെ ഭാവിയും ഞങ്ങൾ അവതാളത്തിലാക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ സമരം സെറ്റിൽ ചെയ്യണം. ഇത് ന്യായമാണ്. എല്ലാ കാലത്തും വിദ്യാർത്ഥികൾ ഈ രീതിയിൽ അയ്യോ ഗാന്ധിയൻ സമരം ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, കടക്കുകയാണ്, കുറെ ചുറ്റും കുറെ കുട്ടികൾ വന്നിരിക്കുകയാണ്. എല്ലാ കാലത്തും ഇങ്ങനെ ധരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സംരക്ഷണത്തിൽ, ലീഗിന്റെ ഗുണ്ടകളുടെ സംരക്ഷണത്തിലാണ് അബ്ദുൽ സലാം എന്ന VC-യുടെ അഹന്തമൊത്തുകൊണ്ട് ഈ രീതിയിൽ പെരുമാറുമെങ്കിൽ ഈ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പാക്കാനും ഇവർ പറഞ്ഞിരിക്കുന്ന ന്യായങ്ങൾ പരിഹരിക്കാനും നിങ്ങൾ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ, ലീഗിന്റെ അഹന്തയിലാണെങ്കിൽ ലീഗ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതിന് പുറത്തും വലിയ ലോകമുണ്ട്. നിങ്ങൾ ഓർക്കണം, വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഈ ഇദ്ദേഹം ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും കേരളീയ പൊതുസമൂഹത്തിന് മുമ്പാകെ അക്കമിട്ട് നിരത്തേണ്ടി വരും. അദ്ദേഹം ഏതോ ഒരാളാണ്. ഞാൻ ഇവിടെ പറയേണ്ടത് ഇന്ന് പ്ലെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പൊ തന്നെ നിയമനം. എന്തോ ഒരു നിയമനം കൊടുക്കും. എന്താ ഇക്കണക്കിന് ഞങ്ങളാരെന്ന് പരിചയപ്പെട്ടത്? ഒരു ലേഡി എങ്ങനെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്തു? ഓരോ സ്ഥാപനത്തിനകത്ത് ഓരോ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കണം. വൈസ് ചാൻസലർ ഓർക്കേണ്ടത് ഈ ഗവൺമെന്റ് ആയിരിക്കില്ല എല്ലാ കാലത്തും. നിങ്ങൾ ഓർക്കേണ്ട, മാറും. ഉമ്മൻചാണ്ടി മാറും, അബ്ദുൾ റബ്ബ് മാറും, കേരളത്തിലെ UDF ഭരണം അവസാനിക്കും. അന്നും ഈ അബ്ദുൾ സലാം ജീവിച്ചിരിപ്പുണ്ടാകും. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ ഈ പറയുന്ന VC നടത്തിയ എല്ലാ ക്രമക്കേടുകളെ കുറിച്ചും അന്വേഷണ വിധേയമാക്കുമെന്ന് മാത്രമല്ല നിങ്ങളെ കൈവലകളിട്ട് ജയിലിൽ പോയി തള്ളുകൊണ്ടതാ. നിങ്ങൾ പലതും കാണിച്ചു ഞങ്ങൾക്ക്. UDF ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന പല പ്രസിഡൻസും ഉണ്ട്. അതാണല്ലോ പ്രസിഡന്റ് എന്നല്ല നിങ്ങൾ കാണിച്ചു. 30 കൊല്ലം കഴിഞ്ഞാൽ കേസ് നടത്താൻ പ്രതിയാക്കാം. ഇത് 31 ഇനിയിപ്പോ 1.5. ഈ ഇരിക്കുന്ന DYF വിദ്യാർത്ഥികളോട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട്, നിങ്ങളുടെ ബന്ധുക്കളോട് ഈ VC-യെ മാറ്റിയാൽ മാത്രം പ്രശ്നം തീരില്ല. ഈ VC മാറണമെങ്കിൽ ഈ VC-യെ മുകളിൽ നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് മാറണം. ഈ ഗവൺമെന്റ് മാറിയാൽ നമുക്ക് ഇദ്ദേഹത്തെ വിലങ്ങ് വെച്ച് കണ്ണൂർ സെൻട്രൽ ചെയ്തിരിക്കാൻ സാധിക്കും. അത്രമാത്രം അഴിമതിയും ക്രമക്കേടും നടത്തിയിട്ടുണ്ട്. വയസ്സാം കാലത്ത് ബാലകൃഷ്ണപിള്ള നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിയമത്തിന് മുകളിലാണ്. ആരും നിയമത്തിന് മുകളിലല്ല. എല്ലാവരും ബിഹൈൻഡ് ദ ലോ ആണ്. നിയമത്തിന് കീഴിലാണ്. വേറെ യു സോ ഹൈ, ലോ ഈസ് അബവ് യു. നിങ്ങൾ എവിടെ മുകളിലാവുന്നു, നിയമം നിങ്ങൾക്ക് മുകളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഈ വൈസ് ചാൻസലർ പദവിയുടെ മഹത്വം കണ്ട് ഇതായിരിക്കും എല്ലാ കാലത്തും തന്റെ കയ്യിൽ ഈ വളക്ക് വെച്ച കാറും തനിക്ക് VC പദവിയും എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന അഹന്ത
അബ്ദുൽ സലാം എന്ന VC വേണ്ട. നിങ്ങൾ ഈ അധികാരം വിട്ടൊഴിയും. ഇപ്പൊ നിങ്ങളെ സംരക്ഷിക്കാൻ ഉപജാപ സംഘങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം കൊണ്ട് മാറി വിജിലൻസ് അന്വേഷണം വന്ന് കേസിൽ പ്രതിയായി നിങ്ങൾ കേസ് നടത്തി എത്ര കൊല്ലം കഴിഞ്ഞാലും കേസായിട്ടുണ്ടാവും. അതാ ഈ കേസിന്റെ ഒരു കുഴപ്പം. ഞാനൊക്കെ 12 കൊല്ലം മുമ്പുള്ള കേസിൽ ഇപ്പൊ ഇലക്ഷന്റെ സമയത്ത് ഞാൻ എടുക്കുന്നത് കേസ് നടത്തുന്നുണ്ടോ? അതായത് ഒരു പ്രത്യേകത. നമ്മുടെ പേരിക്കും ഗവൺമെന്റ് മാറി കേസ് അങ്ങനെ തന്നെയുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസും പ്രതിയൊക്കെ ഇഷ്ടം പോലെ അനുഭവമുള്ള വിഷയമല്ല. ഇതിനൊക്കെ ഇന്നേ വരെ കോടതി കയറി അനുഭവം ഉണ്ടാവില്ലല്ലോ. കോടതി കയറി അനുഭവം ഇന്നേ വരെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നടത്തിയ ക്രമക്കേടുകൾ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പറയുമ്പം ക്രമക്കേടുകളുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്, അഴിമതിയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ പദവിയിരിക്കുന്ന മനുഷ്യൻ നടത്തിയ അഴിമതിയുടെ കഥ കേരളത്തിലെമ്പാടും പാട്ട, നാട്ടിലെമ്പാടും പാട്ട. ആ രീതിയിലേക്ക് ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ? VC മാത്രം പറഞ്ഞത് കാര്യം. VCയുടെ മുമ്പ് എന്തേ പറയുന്നത്? അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരിക്കണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അക്കാഡമിക് ക്വാളിറ്റി മെച്ചപ്പെടുന്നതല്ല. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും കേരളീയ പൊതുസമൂഹത്തിന് അപമാനമാകുന്ന പ്രവർത്തനങ്ങളാണ്. ഇവിടെ വിദ്യാർത്ഥി സമൂഹവുമായി ചർച്ച ചെയ്യണം. വിദ്യാർത്ഥി സമൂഹവുമായി ചർച്ച ചെയ്ത് പരിഹാരത്തിന് മുന്നിൽ നിൽക്കണം. അങ്ങനെ നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ വിദ്യാർത്ഥി സമരത്തെ ഒരു സമരവും പരാജയപ്പെട്ട ചരിത്രം നാളിലില്ല. വിദ്യാർത്ഥി സമരങ്ങൾ ഭരണകൂടങ്ങൾ ഉറക്കം കിടത്തിയ നാളുകളുണ്ട്. ഈ സമരം ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോ പുറത്തുനിന്ന് ആരും ഏറ്റെടുത്തില്ല. ഇതിൽ പ്യൂർലി SFI അല്ലെങ്കിൽ പ്യൂർലി ഇടസഭയുടെ ആഭിമുഖ്യമുള്ള കുട്ടികളാണ്. അതിനപ്പുറത്തും ഒരു വലിയ ലോകമുണ്ട്. നിങ്ങൾ ഈ സമരം ഈ നിലയിൽ അനന്തമായി നീട്ടിക്കൊണ്ടുപോയാൽ പരിഹരിക്കാൻ തയ്യാറാകുന്ന നിലയുണ്ടാകുമ്പം രക്ഷിതാക്കളും യുവജനവും അടങ്ങുന്ന ഒരു വലിയ സമൂഹം ഈ സമരത്തെ പിന്തുണക്കാൻ മുന്നോട്ട് വരേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സഖാക്കളോട് നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമരം ഒരു മഹത്തായ പ്രക്ഷോഭമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയോട് പങ്കുവെക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർവകലാശാല കട്ടുമുടിക്കാനും ഇവിടെ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താനും ഒരു അഹന്തമുറ്റ വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റിയിൽ പെരുമാറിയപ്പോൾ അതിനെതിരെ നടത്തിയ സമരത്തിന്റെ ഭാഗമായി മാറാൻ നമുക്കെല്ലാം സാധിച്ചു എന്ന് നിങ്ങളുടെ പിന്മുറക്കാരോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന ഒരുപാട് അനുഭവമുള്ള സമരമായി ഈ സമരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമര വളണ്ടിയർമാരോടും സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാവെന്നോ പകലെന്നോ ഇല്ലാതെ സമര സഖാക്കളെയും സമര വളണ്ടിയർമാരെയും ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും അത് വിജയിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന സമര വളണ്ടിയർമാരെയും അവർക്ക് പിന്തുണ നൽകുന്ന ഇവിടുത്തെ